ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കോസ്മോസ് ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഈ കോസ്മോസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങാനാറിപ്പൂ എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് യെല്ലോ കളറിലോ ഓറഞ്ച് കളറിലോ ആണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. എന്നാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് വൈറ്റ്, പേർപ്പിൾ, അതേപോലെ പിങ്ക് കളറിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു പിങ്ക് കളറിലുള്ള കോസ്മോസ് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. ിലുള്ള ക്രേപ്പ് പേപ്പേഴ്സ് വേണം. പിന്നെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ബോൾ വേണം. അത് സെൻറ്ററിലുള്ള ബഡിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലത്തെ വയേഴ്സും അതുപോലെ സിസറും നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ടേപ്പും വേണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ബഡിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് ഈ നമ്മൾ ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ വയർ അതിനകത്തോട്ടൊന്ന് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു പീസ്, ഒരു ലൈറ്റ് ഗ്രീൻ കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ആണെങ്കിലും സാരമില്ല, ഏതെങ്കിലും ലൈറ്റ് കളറിലുള്ള ഒരു പീസ് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ച് ഫിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് കുറച്ചൊന്ന് കളർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, അതായത് ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ യെല്ലോ കളർ, ഇഷ്ടമുള്ളൊരു കളർ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹൈലൈറ്റർ പെൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്ടർ കളറോ എന്ത് വേണമെങ്കിലും സ്കെച്ചോ ഒക്കെ ഉപയോഗിച്ച് കളർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിന് ചുറ്റും വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ യെല്ലോ കളർ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സെപ്പിൾ കട്ട് ചെയ്യുന്നതിന് ഒരു ഹാഫ് ലെങ്ത് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള സ്ട്രൈപ്സ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പം സൂക്ഷിക്കണം, അത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലെ മുറിഞ്ഞു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സാരമില്ല, മുറിഞ്ഞു പോയാലും സാരമില്ല. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം എല്ലാ പീസും നമ്മൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പീസും കൂടെ ചേർത്ത് വെച്ച് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം തിരിച്ചു വരാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ആ സെപ്പലെല്ലാം ചുറ്റും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെപ്പലിൻ്റെ ടിപ്പ് പോർഷനിൽ മാത്രമായിട്ട് നമുക്കൊന്ന് കുറച്ച് ലൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റർ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ ടിപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ടിപ്പിലേക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4x4 സൈസിൽ ഒരു പിങ്ക് ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടായിട്ട് മുറിക്കുക, 2 പെറ്റൽസ് കിട്ടും. ഇനി ഇതേപോലെ നീളത്തിലൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലുള്ള ടിപ്പ്, അതായത് ആ ടോപ്പ് പോർഷൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് സർക്കിൾ ചെയ്ത്, അത് ഹാഫ് സർക്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു സിക്സാക്ക് പോർഷനിൽ ഇറഗുലറായിട്ട് ഒരേ ഷേപ്പ് കിട്ടണം എന്ന് വേണ്ട, കുറച്ച് ഇറഗുലർ റാൻഡം ഷേപ്പ് നമുക്ക് ഇതേപോലെ കൊടുക്കുക. ചെറിയ സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് സാധാരണ നമ്മൾ ഒരു പെറ്റൽ ഷേപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ ഇതേപോലെ ഒന്ന് ടിപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. കണ്ടില്ലേ? ഇനി നമുക്കത് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടെക്നിക്കുണ്ട്. അതായത് ആ ബോട്ടം പോർഷൻ ഒന്ന് പിൻ ചെയ്തിട്ട്, അതായത് ബാക്ക് സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ വളച്ചെടുക്കണം. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇതേപോലെ ഇരിക്കും. അങ്ങനെ നമുക്ക് 5 പെറ്റൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ 5 പെറ്റൽസ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ സെൻറ്റർ പോർഷൻ്റെ ചുറ്റും ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് ആ ബോട്ടം പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ വേണം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. ബാക്കി ഇതേപോലെ വളഞ്ഞ് മുകളിലേക്ക് ഇരിക്കണം. അപ്പോൾ ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ 5 പെറ്റൽസ് മാത്രമാണ് ഒരു ഫ്ലവറിന് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ പേർപ്പിൾ കളറോ വൈറ്റ് കളർ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കും. ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പെറ്റൽ നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അടിയിലുള്ള അതിൻ്റെ താഴെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാലിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ഗ്രീൻ ചെറിയൊരു പീസ് എടുക്കുക. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ പെറ്റലിൻ്റെ ടിപ്പ് ചെയ്തതുപോലെ തന്നെ ചെറിയ സിക്സാക് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ സ്ലിറ്റ്സ് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഒന്ന് റൗണ്ടായിട്ട് നമ്മുടെ വിരലിന് ചുറ്റും വെച്ച് റൗണ്ടായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല പോർഷൻ പുറത്ത് വരുന്ന രീതിയിൽ നമ്മുടെ വിരലിന് ചുറ്റുമായിട്ട് ഒന്ന് പിടിച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ ബോട്ടം പോർഷൻ ഇതിനകത്തൂടെ ഇറക്കി താഴേക്ക് വയ്ക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ താഴത്തെ പോർഷനിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പിഞ്ച് ചെയ്ത് ഒന്ന് ചുരുട്ടിയെടുത്തേക്കുക. എന്തെങ്കിലും ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ ഈ ഫ്ലോറൽ ടേപ്പ് ഉണ്ടല്ലോ, ഗ്രീൻ ടേപ്പ് വെച്ച് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഗ്രീൻ ടേപ്പും കൂടെ ചുറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ആ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, സെൻറ്റർ പോർഷൻ നമ്മുടെ നമ്മൾ വെച്ചിരിക്കുന്ന ബഡ്, ആ ബഡിൻ്റെ സെയിം ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ അതിന് ചുറ്റുമായിട്ട് ഒരു ചെറിയ കാലിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡായി കഴിഞ്ഞു. അല്ല, ബഡ് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല, വളരെ ഈസിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ലീഫ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. മുകളിലും താഴെയും ഒരേപോലെയുള്ള കട്ടിങ്ങാണ് വരുന്നത്. അതായത് ഒരു ഷാർപ്പ് പോയിൻ്റ് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കേൾ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വളച്ചെടുക്കാം. ഇനി നമുക്ക് 2-3 പീസസ് ഒന്നിച്ച് ഒട്ടിച്ചെടുത്തിട്ട് ഒരു ചെറിയ മെറ്റൽ വയർ താഴെ ഒന്ന് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ ചെറിയ കമ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെൻറ്റർ. അപ്പോൾ സെൻറ്റർ പോർഷൻ സെയിം കളറിൽ, അതായത് ഗ്രീൻ വേണ്ട, പിങ്ക് കളറിൽ എടുത്തിട്ട് ഇതേപോലെ കാലിക്സ് ഉണ്ടാക്കിയിട്ട് ഇതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിൻ്റെ ബഡായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫ്ലവർ നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയ ബൊക്കെ നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ബൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു വാച്ചിൻ്റെ ബോക്സ് കിട്ടിയ ആ ബോക്സിനകത്ത് തെർമോക്കോൾ വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അതേപോലെ നമ്മൾ ഈ ലീഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ചെറിയ പോർഷൻസ് ഉണ്ടല്ലോ, ഗ്രീൻ കളർ, അതൊക്കെ നമുക്കിന് ചുറ്റും ഇതേപോലെ ചെറിയ പുല്ലുകൾ പോലെ തോന്നുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഏരിയയൊക്കെ കവർ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ബാക്കി ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഫ്ലവർ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വെറൈറ്റി വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക. ബൈ.